ഉൽപ്പത്തി 29:31 മുതൽ വായിക്കാം. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്. എന്താണ് കണ്ടത്? ലേയ അനിഷ്ട എന്ന് കണ്ടപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവളുടെ ഗർഭത്തെ തുറന്നു. പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാക്കോബിന് ലേയ വലിയ താല്പര്യമില്ല. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശോഭ കുറഞ്ഞ കണ്ണുള്ളവൾ എന്നാണ് ലേയെ കുറിച്ച് പറയുന്നത്. ലേയയുടെ കണ്ണുകൾക്ക് ശോഭ കുറവാണ്. എന്നാൽ റാഹേൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ യാക്കോബിന് ആ ലേയയോട് വലിയ താല്പര്യമില്ല. ഭർത്താവ് ഒരു അഭിഷിക്തനാണ്, പ്രവാചകനാണ്. അദ്ദേഹത്തിന് പക്ഷേ തൻ്റെ ഭാര്യയോട് ഒരു ഇഷ്ടക്കുറവ് തോന്നി. എന്നാൽ ദൈവം നീതിമാനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭർത്താവിന് നിന്നോട് ഇഷ്ടമില്ലെങ്കിലും ദൈവത്തിന് നിന്നോട് ഇഷ്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് ഇഷ്ടം കാണത്തില്ല, എന്നാൽ എൻ്റെ ദൈവത്തിന് നിന്നോട് ഇഷ്ടമുണ്ട്. അപ്പം മനുഷ്യൻ നിന്നെ അനിഷ്ടമായി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്നോട് പറയുകയാണ് എനിക്ക് നിന്നെ വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ നീ തീർച്ചപ്പെടുത്തിക്കൊള്ളണം, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം മുകളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മുറിവേറ്റവർ, തകർന്നവർ, മുറിവേറ്റവരും അനിഷ്ടയായി മനുഷ്യന്റെ അനിഷ്ടത്തിന് പാത്രമായവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ അനിഷ്ടത്തിന് പാത്രമായവർ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കി, ഞാൻ പറയും, നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ്. നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്തുള്ള കഥാപാത്രങ്ങളാണ്. നിങ്ങൾ സാധാരണ വ്യക്തികളല്ല. ദൈവത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ നോക്കി ആത്മാവ് പറയാണ്, മുറിവേറ്റ് തകർന്ന് ഭർത്താവിന് ഇഷ്ടമില്ല, ഭാര്യയ്ക്ക് ഇഷ്ടമില്ല, മക്കൾക്ക് ഇഷ്ടമില്ല, പലരും നിങ്ങളെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്ന മുറിവേറ്റവരെ ആണ് ദൈവം സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാലെ. മുറിവേറ്റവർ, തകർന്നവർ, അവരോട് വചനം പറയുന്ന 3-ാം നാൾ ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അനിഷ്ട എന്ന് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യന് ഇഷ്ടമല്ല, ഭർത്താവിന് ഇഷ്ടമല്ല, യാക്കോബിന് ഇഷ്ടമില്ല. യാക്കോബിന് ആ ലേയോടൊരു നീതി പുലർത്താൻ സാധിക്കുന്നില്ല. തനിക്ക് ഇഷ്ടമുള്ളത് റാഹേലിനാണ്. എന്നാൽ റാഹേലിനും തലമുറയില്ല, ലേയയ്ക്കും തലമുറയില്ല. അപ്പൊ തലമുറ കൊടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിന്റെ ദാനമാണ് തലമുറകൾ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്നതല്ല, ദൈവത്തിന്റെ ദാനമാണ് തലമുറകൾ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന തലമുറകൾ ദൈവത്തിന്റെ ദാനങ്ങളാണ്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെതാണ്. ആ ദൈവസന്നിധിയിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തികളെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവരെക്കുറിച്ച് വലിയ പ്ലാനും പദ്ധതി ദൈവത്തിനുണ്ട്. അവർ വാഗ്ദത്ത സന്തതികളാണ്. അവർക്ക് നിങ്ങളിട്ടിരിക്കുന്ന പേര് പോലും ഒരു അത്ഭുതമായി നാളെ മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വായിക്കാം 31 വാക്യം ഒന്ന് വായിച്ചോ. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഭയങ്കര ഒരു പ്രസ്താവനയാണ് ലേയ പറയുന്നൊരു കാര്യം. ആ സ്ത്രീ പ്രസവിക്കാൻ തയ്യാറായത് അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ വളരെയധികം ഇവിടെ ഒരു സഹോദരിമാരും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ലേയ പ്രസവിച്ചത് അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ ആഗ്രഹിച്ചത് പോലും ഈ തലമുറയ്ക്ക് വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരി തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടണം. അതുപോലെയാണ് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മളെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും നമ്മൾ നിൽക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം വേറൊന്നല്ലായിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം കർത്താവിൻ്റെ സ്നേഹം എനിക്കുണ്ടാകണം. യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ഇതിനകത്തിരിക്കുകയാണോ? നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹം കിട്ടാനാണോ? ആ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കാനാണോ? അതോ നിങ്ങൾക്ക് ഈ ലോകപരമായ എന്തൊക്കെ ആവശ്യങ്ങളുടെ വിടുതലിന് വേണ്ടിയാണോ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നതും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും നിങ്ങളുടെ ഉള്ളിലെ ഒരൊറ്റ ലക്ഷ്യം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എനിക്ക് നേടണമെന്നൊരൊറ്റ ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. യേശുവിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനുഷ്യന് വേണ്ടി ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങളെല്ലാം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. നമ്മൾ
ഒരു സഭയാണെങ്കിൽ പലരും പാഷന്മാർക്ക് വേണ്ടി ചെയ്യുന്നവരുണ്ട്, പാഷന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തിനെന്നവണ്ണം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലക്ഷ്യം എൻ്റെ കർത്താവെ അങ്ങനെ സ്നേഹിക്കണം, അങ്ങയുടെ കരുണ എനിക്ക് വേണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം, ഞാൻ അങ്ങേക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം, അതിനുവേണ്ടി നിങ്ങൾ ഈ ആരാധിക്കുന്നത് പോലും മനുഷ്യനെ വേണ്ടി ആയിരിക്കരുത്, മനുഷ്യൻ പറഞ്ഞത് കൊണ്ടാകരുത്, അഭിഷിക്തന്മാർ പറഞ്ഞത് കൊണ്ടാകരുത്. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നായിരിക്കണം, എൻ്റെ കർത്താവായ യേശുവിന്റെ മണവാട്ടി സഭയാണ് ഞാൻ, എൻ്റെ ദൈവത്തിന്റെ മണവാട്ടി സഭയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ആരാധനകളും പ്രാർത്ഥനകളും വിശുദ്ധ ജീവിതം ഇതെല്ലാം എൻ്റെ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ദൈവം എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ, കരുതിയില്ലെങ്കിൽ, ഈ ദൈവത്തിന്റെ കൃപ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്ത് ഒന്നും നേടുവാൻ സാധിക്കത്തില്ല, എനിക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ പ്രസാദം എനിക്ക് ലഭിക്കേണ്ടതിന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നമുക്ക് പറഞ്ഞു തരുന്ന ഇത് ഓരോ മെസ്സേജുകളും അതിൻ്റെ അകത്ത് മനുഷ്യൻ ഓരോന്ന് പറയുന്നത് നമ്മളോടുള്ള ദൂതുകളാണ്. ലേയ നമുക്കുള്ളൊരു ദൂതാണ്, ലേയയുടെ ലൈഫ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ലേയ ജീവിച്ചത് തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അതാണ് അല്ലയോ കുമാരി കേൾക്കുക, നിൽക്കുക, ചെവിയാക്കുക, നിങ്ങളുടെ പിതൃപാരമ്പര്യങ്ങൾ വിട്ട് രാജാവിൻ്റെ ഇഷ്ടം നിന്നിലേക്ക് വരേണ്ടതിന് രാജാവിന് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു മണവാട്ടി സഭയെ കുറിച്ചുള്ള വെളിപ്പാടാണത്. നമുക്കൊന്ന് നമ്മുടെ പിതൃപാരമ്പര്യങ്ങൾ വിടണം, പുറകോട്ട് നമ്മൾ വരിക്കുന്നതെല്ലാം കംപ്ലീറ്റ് വിട്ടിട്ട് നിൽക്കുക, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ആ ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക, ദൈവത്തിനെ നിങ്ങൾ അനുസരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ രാജാവിന്റെ ഹൃദയം നിനക്ക് അനുകൂലമാകേണ്ടതിന് ആ രാജാവിന് ഇഷ്ടമുള്ളത് നീ പ്രവർത്തിക്കുക. അതെങ്ങനെ സാധിക്കും? ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ആരംഭിക്കണം. ഹല്ലേലൂയ. ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് നിന്നാണ് അത് ആരംഭിക്കപ്പെടേണ്ടത്. അതാണ് എക്സർസൈസിന് വേണ്ടിയാണ് ഫാമിലി ലൈഫ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഫാമിലി ലൈഫ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു എക്സർസൈസാണ്. ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തിന് ഇഷ്ടം ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിക്കകത്താണ്. ഹല്ലേലൂയ. അത് വളരെ കഷ്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് ഒരു ഭർത്താവിനെ സ്നേഹിക്കുക, കരുതുക, ഭർത്താവിനെ യജമാനെ എന്ന് വിളിക്കുക എന്നൊക്കെ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും സ്ത്രീകൾ യജമാനെ എന്ന് വിളിക്കുമോ? തയ്യാറാകുമോ? ഒരു വിവാഹപന്തലിൽ വെച്ച് ഭാര്യയോട് ചോദിക്കുകയാണ്, സ്ത്രീയോട് ചോദിക്കുകയാണ്. ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, കർത്താവ് പള്ളിയിലച്ഛനോട് അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പയ്യൻ കർത്താവിനെ രക്ഷിതായി സ്വീകരിക്കുന്നില്ല, അവന് സ്വർഗവും ഇല്ല നരകവും ഇല്ലെന്നാണ് അവന്റെ വിശ്വാസം. അതുകൊണ്ട് എത്ര സുവിശേഷം പറഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല അച്ചോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അവനെ കെട്ടുക, കെട്ടിയാൽ നരകമുണ്ടെന്ന് അവൻ വിശ്വസിക്കും. നീ അവനെ കെട്ടിയാൽ മാത്രം മതി, ഇല്ലാത്ത നരകമല്ല അവനുണ്ട്. സ്വർഗം എന്താണെന്ന് നരകം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം, നീ അവനെ കെട്ടിയാൽ മതി. അപ്പൊ ഇന്നത്തെ കുടുംബജീവിതങ്ങളെല്ലാം എങ്ങനെയാണ്? ഇങ്ങനെയാണ്. നമ്മൾ സന്തോഷമായിട്ട് സ്വസ്ഥതയായിട്ട് ജീവിക്കുമ്പോഴായിരിക്കും ഒരുന്നിനെ കെട്ടണത്. 10 ലക്ഷം ഒരു ഭൂതവും, അതോടുകൂടി നമ്മളെ കാര്യത്തിന് തീരുമാനമാവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടിപ്പം എന്താണ്, അപ്പൊ നമ്മുടെ ഫാമിലി ലൈഫ് ഒരു എന്ന് ഇതിനകത്ത് ഏതെങ്കിലും സ്ത്രീകള് വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ ഭർത്താവിനെ, യജമാനനെ ബോസ്, മൈ ബോസ് എന്ന് വിളിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പൈസ കൊടുത്ത് വിളിപ്പിക്കണം, വാടകക്കാരെ കൊണ്ട്. അല്ല, നമ്മളെ ലൈഫിൽ ഇതൊന്നും ഭാഗ്യമുണ്ടാകും നമുക്ക് തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊന്നും ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് ഇന്ന് വരെ ഈ ലോകത്ത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇതൊന്നും നടക്കുന്ന കാര്യമില്ലെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവം നമുക്ക് മുമ്പിൽ ചിലരെയൊക്കെ കൊണ്ട് നിർത്തും. അവരുടെ ലൈഫ് കണ്ട് നമ്മൾ ഞെട്ടും. കാരണം വേദപുസ്തകത്തിലെ ദൈവവചനം അതുപോലെ അനുസരിക്കുന്നവരുണ്ട്.
പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അനുഭവ സാക്ഷ്യങ്ങളുള്ളവരുണ്ട്, ബഹുമാനിക്കുന്നവരുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നവരുണ്ട്, അനുസരിക്കുന്നവരുണ്ട്. അവരുടെ ജീവിതം മുഴുവനും ഭർത്താവിനും മക്കൾക്കും കർത്താവിനും വേണ്ടി അർപ്പിക്കുന്ന സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ലേ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒന്നാമത് അവരുടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രാധാന്യം, യാക്കോബിന്റെ സ്നേഹം എനിക്ക് ലഭിക്കണം. യാക്കോബ് എന്നെ സ്നേഹിക്കണം, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമുള്ള ദൂതല്ല, സ്ത്രീകൾക്ക് ഉള്ള ദൂതെന്ന് നമ്മൾ നിശ്ചയിക്കരുത്. യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും, എന്തും വിട്ടുകൊടുക്കും, എന്തും വിടും, ജോലി വിടും, സ്ഥലം വിടും, വീട് വിടും, മക്കളെ വിടും, എല്ലാം വിടും. നമുക്ക് ഷിനോജ് ബ്രദറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും. കാരണം താൻ 5-6 വർഷം കല്യാണം കഴിഞ്ഞ ഒരു 6-7 വർഷം ആയതിനു ശേഷം ദൈവം അദ്ദേഹത്തിന് ഒരു വാഗ്ദത്ത സന്തതികളെ, ഇരട്ട കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് ദൂത് പറഞ്ഞതുപോലെ ദൈവാത്മാവ് ചെയ്തു. ആ തലമുറയെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് താൻ നോർത്ത് ഇന്ത്യയിൽ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അനേകർ പറഞ്ഞു 6-7 വർഷമായിട്ട് കാത്തിരുന്ന ഒരു തലമുറയാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് നാട്ടിൽ നിൽക്കണം, നീ മിഷൻ ട്രിപ്പിന് പോകരുത്. പക്ഷേ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞില്ല, കർത്താവിന് വേണ്ടി ഞാൻ ഓടും. ഹല്ലേലൂയ. കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാത്തിരുന്ന ഒരു സംഭവം നടന്നു. ഇവിടെ അദ്ദേഹം മിഷൻ ഫീൽഡിൽ പോയതോടുകൂടി പിശാച് ഇളകി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ബ്ലീഡിംഗ് ആയി. ഡോക്ടർമാർ പറഞ്ഞു തലമുറകൾ നഷ്ടപ്പെടും. പക്ഷേ ഷിനോജ് പറഞ്ഞു, ഡോക്ടർമാരല്ല എനിക്ക് തലമുറയെ തന്നത്, കർത്താവാണ് തലമുറയെ തന്നത്. പ്രൈസ് ദി ലോർഡ്. 5-6 വർഷം ഞാൻ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതും. ഒരു ഡോക്ടർമാർക്കും പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറില്ല. ഞാൻ മിഷൻ ഫീൽഡിൽ തന്നെ നിൽക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിട്ട് ആ ബ്ലീഡിംഗ് എല്ലാം മാറി. അവസാനം ആ തലമുറ ഡെലിവറി സമയമായപ്പോൾ ഭയങ്കര വിഷയങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കള്, ഭാര്യയുടെ അപ്പനും അമ്മയും എല്ലാവരും പറഞ്ഞു. ഇവിടെ വിശ്വാസികൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു, ഷിനോജ് ഇത്രയും നാളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോൾ ഭാര്യയുടെ ഡെലിവറി അടുത്തായിരിക്കുന്ന, ഭാര്യയുടെ അടുക്കലായിരിക്കേണ്ട ആളാണ് മിഷൻ ഫീൽഡിൽ ചെന്ന് കിടക്കുന്നു. ഉടനെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടെയുള്ള എൻ്റെ സഹോദരൻ ഷിജു പറഞ്ഞു, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടാൻ പറ്റോ? പക്ഷെ അവൻ പറഞ്ഞത്, ഇതൊന്നും എനിക്ക് മക്കളൊന്നും അല്ല വലുത്, എനിക്ക് ഭാര്യയല്ല വലുത്, എൻ്റെ കർത്താവാണ് എനിക്ക് വലുത്. ഹല്ലേലൂയ. എനിക്ക് ഞാൻ ആ ഫീൽഡിൽ നിൽക്കും, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അവസാനം ഡെലിവറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് താൻ വർഷങ്ങളോളം വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന തലമുറകളെ തനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഷിനോജിനെ ശക്തമായി ദൈവമൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചില വില കൊടുക്കാൻ തയ്യാറാകണം. ഈ ലോകത്തുള്ള സകലത്തേക്കാൾ വലുതാണ് എന്റെ ദൈവം. ഈ കർത്താവിന് വേണ്ടി ഞാൻ എല്ലാം വിട്ടുകളയാൻ തയ്യാറാണ്. നിന്റെ വിശ്വാസം, വിലയേറിയ വിശ്വാസം, കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള വിശ്വാസം, അത് കാണുന്ന ദൈവം നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നിറവടിയായി നിറവേറ്റുവാൻ അവൻ ശക്തനാണ്. ഇന്ന് പകൽ അതിനായി നിനക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ആരാധന എനിക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഞായറാഴ്ചകൾ ആരാധന വീട്ടിനകത്ത് ഞാൻ ഇരിക്കത്തില്ല, നടന്നാണെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കുമെന്ന് പറയാൻ നിനക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൈനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകൾ നടന്നാണ് ആൾക്കാർ വനത്തിനകത്തോട്ടേക്ക് പോയി ആരാധിക്കുന്നത്. ചൈനയിലൊക്കെ, അറേബ്യൻ കൺട്രികളിൽ എവിടെ പോയാലും എത്രയോ കിലോമീറ്ററുകൾ നടന്നാണ് ഒരു വർഷിപ്പിന് വേണ്ടി ജനങ്ങൾ പോകുന്നത്. പക്ഷേ ഇവിടെ വണ്ടിയുണ്ട്, വെള്ളമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും വീട്ടിനകത്തുനിന്ന് വെളിയിറങ്ങത്തില്ല. വീട്ടിൻ്റെ ചുറ്റുപാട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചർച്ചിൻ്റെ ചുറ്റുപാട് 1.5-2 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർ പോലും ഇവിടെ പവർ കോൺഫറൻസ് വെച്ചാൽ, മീറ്റിംഗ് വെച്ചാൽ വീട്ടിനകത്തുനിന്ന് വെളിയിറങ്ങാതെ അതിനകത്തിരുന്ന് കളയും. അപ്പൊ അതിന്റെ നമുക്കറിയാം, അവരെയൊക്കെ കാണുമ്പോഴേ അവരൊക്കെ ഇഴഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത്. ഇവരോട് പറഞ്ഞ ദൂതുകളും വാഗ്ദത്തങ്ങളും അവിടെ കിടക്കുക. കാരണം ഇവരുടെ വിശ്വാസത്തിന്റെ ചുവട് വയ്ക്കുന്നില്ല, അത് തീ പോലെ അത് പ്രാപിക്കുന്നില്ല. ആരാധിക്കാൻ വന്നാലും കയ്യും കെട്ടി വെറുതെ ഇരിക്കുകയാണ്. അവരുടെ ആത്മാവിൽ അത് പ്രാപിക്കുന്നില്ല. അതിന്റെ ഒരു ദാഹമില്ല, ഒരു വിശപ്പില്ലാത്ത ജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരു വിശപ്പ് നിനക്കുണ്ടാകട്ടെ. ലേയെ സംബന്ധിച്ച് എന്താണ്? ഒരു വിശപ്പുണ്ട്, ഒരു ദാഹമുണ്ട്. എൻ്റെ ഭർത്താവിന്റെ ഇഷ്ടം, അതിനുവേണ്ടി ഞാൻ എന്തിനും തയ്യാറാണ്. ആദ്യത്തെ തലമുറയെ ഹല്ലേലൂയ ദൈവം അനിഷ്ട എന്ന് കണ്ടപ്പോൾ ദൈവം ഇറങ്ങി വന്നത് എനിക്കൊരു രൂപേൽ എന്ന് പറഞ്ഞ ആദ്യത്തെ തലമുറയെ കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ സങ്കടം കർത്താവ് കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എനിക്ക് തലമുറയെ തന്നു. അവൾ പറയുകയാണ്, ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമായിരിക്കും. ഹല്ലേലൂയ. 2ാമത്തെ വായിച്ചോ? ഭർത്താവ് സ്നേഹിച്ചോ? ഇല്ല. 2ാമത് വായിച്ചോ?
അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടത് കൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. രണ്ടാമതും ഒരു തലമുറയെ കൊടുത്തു. പക്ഷേ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ യാക്കോബിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ആ ദൈവം തന്നെ തന്റെ ഹൃദയത്തിന് അനിഷ്ട കണ്ട് തന്റെ ലേയുടെ ഹൃദയത്തില് തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള സങ്കടം കണ്ടിട്ട് രണ്ടാമതൊരു തലമുറയൊക്കെ കൊടുത്തു. പക്ഷെ രണ്ടാമത്തെ തലമുറ വന്നിട്ടും ഭർത്താവിന്റെ സ്നേഹം അവർക്ക് കിട്ടിയില്ല. മൂന്നാമത് വായിച്ചോ. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. പറഞ്ഞാണ്ട് പറ്റിച്ചേരും. മൂന്നാമതൊരു പ്രസ്താവനയാണ്, എന്നോട് എന്റെ ഭർത്താവ് പറ്റിച്ചേരും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ പേര് മകന് അങ്ങനെ ലേവി എന്ന് പേരിട്ടപ്പോൾ അതുപോലെ തന്നെ ഒരു പുരോഹിത വർഗമായി അവർ മാറിയ, ദൈവത്തോട് പറ്റിച്ചേരുന്ന ഒരു പുരോഹിതന്മാര്, മാതാവ് പറഞ്ഞ അതേ പ്രവചന ദൂത് പോലെ ആ തലമുറ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ഒരു തലമുറയായി വെളിപ്പെടാനിടയായി. ഹല്ലേലൂയ. എന്നിട്ടും അവളുടെ അനിഷ്ടം മാറുന്നില്ല, അവളുടെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടെ നാലാമതൊരു തലമുറയെ ദൈവം കൊടുക്കുകയാണ്. വായിച്ചോ. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. നാലാമത്തെ തലമുറ വന്നപ്പോൾ അതുവരെ പറഞ്ഞതെല്ലാം മാറ്റിയിട്ട് ആ തലമുറയെ നോക്കി പറയുകയാണ്, ഇപ്പോൾ ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും. അതാണ് ഏറ്റവും വലിയ പ്രസ്താവന. 3 പ്രാവശ്യം പറഞ്ഞു, എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരും ആയിരിക്കും. ഹല്ലേലൂയ. എന്റെ സങ്കടം കർത്താവ് കണ്ടു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാലാമതായപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും? അതാണ് യഹൂദ എന്ന പേരിന്റെ അർത്ഥം, സ്തുതി. ഹല്ലേലൂയ, സ്തുതിക്കുന്ന ഒരു തലമുറ. ആ മാതാ പറഞ്ഞു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, എന്റെ വിഷമങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും, ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ ഇന്ന് എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും? എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, എന്റെ വിഷയങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, പർവ്വത സമാനമായ നിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ മക്കൾ നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറിയാലും മാറാതിരുന്നാലും, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, ആ ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ, ആ ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ ദൈവത്തെ, ജീവനുള്ള വ്യക്തിയായി ആരാധിപ്പാൻ കരങ്ങളെ ചേർത്തെടുത്ത് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രങ്ങളും സ്തുതികളും നിന്റെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകല് നിന്നെ ഒരു അസാധാരണമായ തലമുറയാക്കി, നിന്റെ സന്തതിയെ നിന്നെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സ്തുതിക്കുന്ന ഒരു തലമുറ, അതാണ് നാലാമത്തെ തലമുറ. പ്രൈസ് ദി ലോർഡ്. അതാണ് യഹൂദ എന്ന പേരിന്റെ അർത്ഥം, സ്തുതി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു വ്യക്തിയുടെ കരങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഇത്രയും 12 ഗോത്രം ഇങ്ങനെ നിലനിന്നപ്പോൾ യഹൂദന്റെ കരങ്ങളിൽ ചെന്ന് മാത്രം ദൈവം പറഞ്ഞു, പട്ടണം പിടിക്കാൻ അവൻ പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും തലമുറയുണ്ടല്ലോ, ഇത്രയും ഗോത്രങ്ങളുണ്ടല്ലോ, അവരാരെയും തിരഞ്ഞെടുത്തില്ല, അതിൽ ഒരാളിനെ മാത്രം തിരഞ്ഞെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തായിരിക്കും അതിന്റെ കാരണം? ഈ വ്യക്തിക്ക് എന്താണ് ഒരു പ്രത്യേകത? പ്രൈസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ ഭാഷന്മാർക്ക് എന്താണ് പ്രത്യേകത? അല്ലെങ്കിൽ അവരെ കയ്യിൽ ദേശം കൊടുക്കുന്നു, പട്ടണം കൊടുക്കുന്നു, അല്ലെങ്കിൽ പട്ടണങ്ങളെ പിടിക്കാൻ വേണ്ടി ഓരോ സഭകൾ സ്ഥാപിക്കുന്നു, ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രൈസ്. ദാവീദിന് ഒരു പ്രത്യേകതയും വെളിമേ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. സാധാരണ വ്യക്തിയാണ്. എന്നാൽ ദാവീദിന്റെ സഹോദരങ്ങളൊക്കെ അവനേക്കാൾ പൊക്കമുള്ളവനാണ്, ആരോഗ്യമുള്ളവനാണ്, അവരെക്കാൾ അഭ്യാസങ്ങൾ അറിയാവുന്നവരാണ്. അവരെ ആരെയും തിരഞ്ഞെടുത്തില്ല. അവരുടെ ഹൃദയത്തിനകത്തില്ലാത്ത ഒരു കാര്യം ദാവീദിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇവരുടെ കയ്യിൽ എങ്ങനെ പട്ടണം? ഇന്ന് നിങ്ങളുടെ കയ്യിൽ പട്ടണം എന്റെ കയ്യിൽ വേണം. എനിക്ക് പട്ടണത്തെ പിടിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എനിക്കൊരു സാധാരണ വ്യക്തിയായിട്ടിരുന്നാൽ പോരാ, എനിക്ക് പട്ടണങ്ങളെ പിടിക്കുന്ന ഒരു അനുഭവം, ഒരു അഭിഷേകം വേണം. എനിക്ക് ദേശങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം വേണം. എനിക്ക് രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകം വേണം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നു?
Praise the Lord. ചുമ്മാ ഒരാളിന്റെ കയ്യിൽ ഒരു പട്ടണത്തെ, ദേശത്തെ, രാജ്യത്തെ ദൈവം കൊടുക്കാറില്ല. ഇന്ന് പകല് പട്ടണം നിന്റെ കയ്യിൽ തരണമെങ്കിൽ, രാജ്യങ്ങൾ നിന്റെ കയ്യിൽ തരണമെങ്കിൽ, നിന്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ചില ക്വാളിറ്റികൾ വേണം. മറ്റു ഗോത്രങ്ങളിൽ ഒന്നിലും ഇല്ലാത്ത ഒരു വ്യത്യാസം യഹൂദാക്കുണ്ട്. അവൻ നീതിമാനായ ഒരു മനുഷ്യനാണ്. യഹൂദ ഒരു പ്രത്യേക വ്യക്തിയാണ്. ആ വ്യക്തിക്ക് ചില ക്വാളിറ്റികളുണ്ട്. വെറുതെ അല്ല ദൈവം അവന്റെ കരങ്ങളിൽ പട്ടണത്തെ കൊടുത്തത്. ഹല്ലേലൂയ. ശുശ്രൂഷ ദൈവം കൈമാറണമെങ്കിൽ നമ്മൾ വെളിവേ കാണാത്ത പലതും ആ വ്യക്തിയിൽ ദൈവം കാണും. ഹല്ലേലൂയ. ഒന്നാമത്തെ ഒരു 5 ക്വാളിറ്റി ഞാൻ പറയാം. യഹൂദന്റെ ഒരു ക്വാളിറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദനെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്ത ഒരു രാജ്യങ്ങളെ, അല്ലെങ്കിൽ യഹൂദ ഗോത്രം എന്ന് പറയുമ്പോൾ ഇത്രയും ഗോത്രത്തിനകത്ത് യേശുക്രിസ്തു ഉണ്ടായത് യഹൂദന്റെ കരുന്ന്. യേശുക്രിസ്തു എന്ന വ്യക്തി വെളിപ്പെട്ട് വന്നത് യഹൂദ ഗോത്രത്തിനകത്ത് നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതിന് കാരണം യഹൂദന് ചില പ്രത്യേകതകളുണ്ട്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തേതാണ് എന്താണ്? സ്തുതി എന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കറിയാമോ, നമ്മള് TPM-കാരുണ്ട്. TPM-കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളയൊക്കെ ഇട്ട് അങ്ങനെ നടക്കും. പക്ഷെ വേറെ നമ്മളെപ്പോലെയുള്ള ഈ കയ്യടിയും പുകളും പരിപാടിയും മറ്റുള്ളതൊന്നുമില്ല. അവര് ഒരിടത്തും ഇങ്ങനെ കൂടിയിരുന്ന് അവരുടെ അയ്യ എന്ന് പറയുന്ന ആളുണ്ട്. ആ പുള്ളിയുടെ കീഴിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം 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 എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെ സ്തോത്രം ചെയ്യും. അവരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് സ്തോത്രം, അവരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതൊരു ഭയങ്കര പവറാണ്, ഒരു വലിയ പവറാണ്. നമ്മൾ ഈ സ്തോത്രം എന്ന് പറയുന്നത് അത് സൂത്രം പറയുന്ന ആൾക്കാർ അതല്ല. സ്തോത്രം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവന് വലിയ വിടുതലുകൾ സംഭവിക്കും. സ്തോത്രത്തിനകത്തൊരു ശക്തിയുണ്ട്. സ്തുതിയുടെ അകത്തൊരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. അവിടെ വെളിപ്പെടാൻ ഏത് കെട്ടുമടിയും ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടും. ഏത് വിഷയം മാറും. നീ അത് ലഭിച്ചു എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് അതിന് വലിയ വാതിലുകൾ തുറക്കുന്നതിന് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. TPM-കാരെ ട്രിവാൻഡ്രം അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതായപ്പോൾ അവരൊക്കെ അടുത്തൊരു സ്ഥലം വേണം. അവരങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് പ്രാർത്ഥിക്കുന്നതിന് പകരം കർത്താവെ, ഞങ്ങൾക്ക് ഈ ടൗണിൽ, ഈ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു സ്ഥലം തരണമേ, അത് തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവനും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, 12 ഏക്കർ സ്ഥലം നിങ്ങൾക്കായി ഞാൻ റെഡിയാക്കി തരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വേറൊന്നും ചെയ്തില്ല, ഉപവസിച്ചില്ല, ബഹളം ഉണ്ടാക്കില്ല, കൈയടിച്ചില്ല, ഉരുണ്ടില്ല, ഒന്നും ചെയ്തില്ല. അവർ ഒറ്റ കാര്യം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം എനിക്ക് ഈ സ്ഥലം തന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ എത്ര പേർക്ക് അത് ചെയ്യാൻ സാധിക്കും? നിന്റെ ജീവിതത്തിലെ പല വിഷയങ്ങളും ഇന്ന് പകല് കർത്താവിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചിട്ട് അതിന് വിടുതൽ കിട്ടിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ തണുപ്പത്ത് സുഖിച്ചിരിക്കാതെ എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ച് സ്തോത്രത്തെ നിന്റെ വായി തുറന്ന്, ദൈവമേ, എന്റെ വിഷയങ്ങളിൽ അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, എന്നെ വിടുവിച്ചതിനായി സ്തോത്രം, എന്റെ കെട്ടുകൾ പൊട്ടിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അത്യന്തമായ ശക്തി ഈ സ്തോത്രത്തിനകത്ത് ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോവുകയാണ്. നീ പറയുന്ന സ്തോത്രം അനേക പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്നതാണ്. കാരണം വിശ്വാസമുള്ളവനാണ് സ്തോത്രം പറയാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ട്. ആ കേട്ട വാഗ്ദത്തം 25 വർഷം കഴിഞ്ഞാലും ആ 25 വർഷമായിട്ട് നടക്കാത്ത ചില വിഷയങ്ങൾ ഒറ്റ സ്തോത്രത്തിൽ, ഒറ്റ സ്തുതിയിൽ ഇന്ന് പകലിൽ പൊട്ടാൻ പോവുകയാണ്. യെരിഹോ മതിൽ തകർന്നത് യുദ്ധം ചെയ്തിട്ടല്ല, സ്തുതിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. വലിയൊരു മതിലുണ്ട്, യെരിഹോ മതിൽ. അതിനെ തകർത്തത് യുദ്ധാഭ്യാസം ചെയ്തിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. പീരങ്കി വെച്ച് വെടിവെച്ചിട്ടല്ല. അതിന് പകരം അതിനെ ചുറ്റും അങ്ങോട്ട് 7 പ്രാവശ്യം നടന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി, സ്തുതിക്കാൻ തുടങ്ങി, ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഈ യെരിഹോം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വാസ വീരന്മാരെല്ലാം കൂടെ വലയം വെച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ആ പൊളിയാതെ തകരാതെ കടന്ന യെരിഹോം തകർന്നെങ്കിൽ ഇന്ന് പകൽ നിനക്ക് ചുറ്റും പിശാച് കെട്ടിയ എല്ലാ മതിലുകളെയും പൊളിക്കാൻ വേറെ ഒന്നും നീ ചെയ്യണ്ട. നീ സ്തുതിച്ചാ മതി.
ദൈവത്തെ സ്തുതിക്കുന്നവന്റെ മുമ്പിൽ ഒരു മതിലുകളും ഇന്ന് നിൽക്കത്തില്ല, ഒരു മതിലുകളും ഒരു തടസ്സങ്ങളും നിൽക്കത്തില്ല. നീ സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത എന്ന് പറഞ്ഞ കർത്താവ് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി തന്നതിനായി സ്തോത്രം. എന്റെ രോഗം മാറിയതിനായി സ്തോത്രം. എന്റെ തലമുറയെ വിടുവിച്ചതിനായി സ്തോത്രം. എന്റെ ബന്ധനം അഴിഞ്ഞതിനായി സ്തോത്രം. എന്റെ ശാപം പൊട്ടിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് സ്ഥലം ലഭിച്ചതിനായി സ്തോത്രം. എനിക്ക് വീട് ലഭിച്ചതിനായി സ്തോത്രം. എനിക്ക് വാഹനം ലഭിച്ചതിനായി സ്തോത്രം. തലമുറയെ ലഭിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികൾ എന്ന് കുറവാ, ദൈവത്തെ സ്തുതിക്കുന്നവർ കുറവാ, ദൈവത്തിന്റെ സന്നിധി നന്ദിയുള്ളവർ കുറവാ. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രാപിക്കും, ദൈവസന്നിധിയിൽ വരും, പ്രാർത്ഥന മറുപടി കിട്ടും. മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നന്ദിയില്ലാത്തവരായി മടങ്ങിപ്പോകും. അടുത്ത വിഷയത്തിന് ഒരു വിഷയം വരുമ്പോൾ വീണ്ടും വരും. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദിയുള്ളൊരു ഹൃദയം വേണം, സ്തുതിക്കുന്നൊരു ഹൃദയം വേണം. ദൈവമേ, എല്ലാ ദിവസങ്ങളും വന്നിരുന്ന് കഴിഞ്ഞ ഇന്നില്ലാത്തതിനെ ഓർത്ത് നീ ഭാരപ്പെടുന്നതിന് പകരം കഴിഞ്ഞ നാടുകൾ ഇല്ലാത്തത് തന്ന ദൈവത്തിനെ നീ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്ക് പല വിഷയങ്ങൾ കാണും, പക്ഷെ ദൈവം പറയുകയാണ്, കഴിഞ്ഞ നാളുകൾ നീ ആരായിരുന്നു, എന്തായിരുന്നു? അന്ന് നിന്നെ നടത്തിയ ഒരു ദൈവമുണ്ട്, നിന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്, നിന്നത്തെ നിന്റെ ലെവല് മാറ്റിയ ഇന്ന് നീ ആയിരിക്കുന്ന നിലവാരങ്ങൾ നിന്നെ മാനിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മറന്ന് അവരെ അതിന് ഇടയാക്കി അഭിഷിക്തന്മാരെ മറന്ന് ശുശ്രൂഷകളെ മറന്ന് അവരെല്ലാം മറന്നിട്ട് ഇന്ന് നീ ഒന്നും അറിയാത്തതുപോലെ നടിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ ആത്മാ പറയുന്നു, സ്തോത്രം പറ, സ്തുതിക്ക്, നന്ദി പറ, ദൈവത്തിനെ ആരാധിക്ക്. എത്രയോ വിഷയങ്ങളിൽ തകർന്നു പോകേണ്ടവൻ, നിന്റെ ഭവനത്തിൽ മരണ വീടായി മാറേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എന്റെ കർത്താവ് ഒരു അത്ഭുതം ചെയ്തിരിക്കുകയാണ്, നിന്നെ വിടുവിച്ചിരിക്കുകയാണ്, നിന്റെ കണ്ണുനീര് മാറ്റിയിരിക്കുകയാണ്, നിന്നെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഈ 2021 കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചതെന്നാൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുകയാണ്. അതിനായി നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അപ്പൊ ദൈവജനത്തിന് പലപ്പോഴും നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ട് വന്ന് ഉറങ്ങി തൂങ്ങി സഭയ്ക്കകത്ത് വന്നിരിക്കും. ഇപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആ പ്രശ്നം മാറാൻ ഇപ്പോൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് എത്രയോ വിഷയമുണ്ടായിരുന്നു. ആ വിഷയങ്ങളൊക്കെ മാറ്റിയത് ആ ജീവനുള്ള ദൈവത്തെ നീ എന്ന് നന്നായിട്ടൊന്ന് ആരാധിക്കാൻ ഒരു മനസ്സില്ലാത്ത നിനക്ക് എങ്ങനെയാണ് ഒരു വിടുതൽ സംഭവിക്കപ്പെടുന്നത്? നീ എവിടെ കിടക്കേണ്ട വ്യക്തിയാണ്, നീ എങ്ങനെ ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ ഇന്ന് നിന്നെ മാന്യമായി നിന്റെ തല ഉയർത്തി നടക്കാൻ തക്കവണ്ണം ദൈവം നിന്റെ വലം കൈ പിടിച്ച് നടത്തുന്നുവെങ്കിൽ ആ ദൈവത്തെ എന്തുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൂടാ? തലമുറ ഇല്ലാതിരുന്ന നിനക്ക് തലമുറയെ തന്ന ഒരു ദൈവമുണ്ടല്ലോ. ഡോക്ടർമാർ വിധി എഴുതിയിട്ടും ദൈവം നിനക്ക് നല്ല തലമുറകളെ തന്നില്ലേ? നിനക്ക് നല്ല സ്ഥാപനങ്ങൾ തന്നില്ലേ? നിനക്ക് നല്ല വരുമാനങ്ങൾ തന്നില്ലേ? നിനക്ക് ജോലി തന്നില്ലേ? നിന്റെ സ്തുതി മാറിയില്ലേ? ഇന്ന് പകല് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ഒന്ന് ദൈവത്തിന് നന്ദി പറയാൻ, ഒന്ന് സ്തോത്രം ചെയ്യാൻ ആത്മാവിൽ എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കണം. പട്ടണം കൈ തരണം, അത് വേണം, ഇത് വേണം, എനിക്ക് വിദേശത്ത് വേണം, എനിക്ക് വലിയ സംഭവമാകണം, എനിക്ക് വലിയ ആൾക്കൂട്ടങ്ങളെ പ്രാപിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, രോഗികളെ സൗഖ്യമാക്കണം, എനിക്ക് റെയ്നാർഡ് ബോംഗെ ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. സഭയ്ക്കകത്ത് വന്നിരുന്ന് ഉറങ്ങുന്നവന്റെ തലയിലും കൈവച്ച് നീ റെയ്നാർഡ് ബോംഗെയാണെന്ന് പറയും ചിലര്. ഹല്ലേലൂയ. സ്തുതിയില്ല, സ്തോത്രമല്ല, ആരാധനയല്ല. എന്ത് പറയും? അവന്റെ വെട്ടലും പറയലും കണ്ട് പാവപ്പെട്ട ഭാഷന്മാർ പറഞ്ഞു, നിന്നെ ഞാൻ റെയ്നാർഡ് ബോംഗെയാക്കും. റെയ്നാർഡ് ബോംഗെ ആയതിന്റെ പുറകിൽ റെയ്നാർഡ് ബോംഗെ ആ ലെവലിൽ ജീവിച്ചുകൊണ്ട് ആ ലെവലായത്. റെയ്നാർഡ് ബോംഗെ നമ്മളെ പോലെയൊന്നും അല്ലായിരുന്നു. ആ പുള്ളിയുടെ രക്തത്തിനകത്ത് മുഴുവൻ യേശു എന്ന നാമം അങ്ങ് കത്തി നിൽക്കുകയായിരുന്നു. നമ്മള് തലയണയിലെ കീഴില് മൊബൈലും വെച്ച് കിടന്ന് ഉറങ്ങണം. നമ്മളെ ഇനി റെയ്നാർഡ് ബോംഗെ ആക്കാൻ കർത്താവിന് വേറെ ജോലിയൊന്നുമില്ലേ? കർത്താവിന്റെ ശബ്ദം കേൾക്കണം, ലോകത്തിന്റെ ശബ്ദവും കേട്ട് മറ്റ് പല പരിപാടികളും ചെയ്തുകൊണ്ട് നമ്മളെ ദൈവത്തിന് ഇനി റെയ്നാർഡ് ബോംഗെ ആക്കാനാണ് ദൈവത്തിന്. ഹല്ലേലൂയ. ഞാൻ ചില സമയത്ത് നമ്മൾ ചർച്ചയിൽ വരുന്ന ഭാഷന്മാർ ചിലരെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തി പറയുന്ന തോത് കേട്ട് ഞാൻ ഒന്നും പ്രതികരിക്കാറില്ല. കാരണം ഇവനെ ആരാണ് എന്താണ് നമുക്കല്ലേ അറിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റെയ്നാർഡ് ബോംഗെ ആക്കും, പോളിയോങ്കിച്ചോ ആക്കും എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. നീ ആദ്യം എന്ത് ചെയ്യണം? നിന്റെ രക്തത്തിനകത്തൊരു ചൂട് പിടിക്കണം. നീ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം.
നീ ഉറക്കം തൂങ്ങിയ ആളെയൊന്നും ദൈവം ഉപയോഗിക്കാൻ പോകുന്നില്ല. ഒരു പട്ടണം ഒരുത്തന്റെ കയ്യിൽ കൊടുക്കണമെങ്കിൽ അവന്റെ രക്തത്തിനകത്ത്, അവന്റെ ഉപബോധ മനസ്സിനകത്ത് യേശു എന്ന് പറയുമ്പോൾ ആ രക്തം ഇരച്ച് കയറുന്ന ഒരു ഉന്മേഷമുള്ളവനും ഉത്സാഹമുള്ളവനായിരിക്കണം. ആരാധിക്കാൻ വന്ന ഉത്സാഹത്തോടെ ആരാധിക്കുന്നവനായിരിക്കണം. ദൈവസന്നിധിയിൽ ഉത്സാഹമുള്ളവനാണ്. എങ്ങനെയെങ്കിലുമൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് വന്നിരുന്ന് ആല് തട്ടിമുട്ടിയും ഇരിക്കുന്നവനെ ഒന്നും അല്ല ദൈവം ഉപയോഗിക്കുന്നത്. ഇന്ന് പകൽ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ചില ക്വാളിറ്റി നിന്റെ അകത്ത് വേണം. നിന്റെ അകത്ത് പട്ടണത്തെ, രാജ്യങ്ങളെ നിന്റെ അകത്ത് തരണമെങ്കിൽ നിനക്ക് ചില ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ദൈവം തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നവനാകണം, ദൈവത്തെ ആരാധിക്കുന്നവനാകണം. നീ നാണമില്ലാത്തവനാകണം, മാനമില്ലാത്തവനാകണം, മനുഷ്യനെ നോക്കാത്തവനാകണം. തലയിൽ കിരീടമിരിക്കുന്ന കിരീടം എടുത്ത് തലയിലിടാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 10-11 വർഷം ഈ സഭയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ ഒരു മടിയും കാണിക്കാതെ 100 കണക്കിന് കസേര ഓടിച്ച ആൾക്കാർ ഇതിനുണ്ട്. അങ്ങനെ ഓടിച്ച് ആരാധിച്ചവരൊക്കെ ഇന്നത്തെ ഇവിടുത്തെ ശുശ്രൂഷകരൊക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നവനെയാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. നിങ്ങൾ നോക്ക, ഇവിടെ വേദവസ്തു നന്നായിട്ട് പഠിച്ച് പരിശോധിച്ച് നോക്കുക. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവർ മറ്റുള്ളവരെക്കാൾ അധികമായി ദൈവം സ്നേഹിക്കുന്നത് അവരെയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളെ. ഹല്ലേലൂയ, സ്തോത്രം. നന്ദിയുള്ള ഹൃദയമുള്ളവരെ, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ രാപകൽ സ്തുതിക്കുന്നവനെ ദൈവം മറക്കത്തില്ല. ദൈവം ഓർക്കുന്നവനായി നീ മാറണം. നീ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനെ ഓർക്കുന്ന നിലവാരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി നീ മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ യഹൂദന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ രാപകൽ ദൈവവചനം പ്രമാണിക്കുന്നവനാണ്, വായിക്കുന്നവനാണ്, ധ്യാനിക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അവന് ദൈവവചനത്തെ പ്രമാണിക്കുന്നതിൽ ഭയങ്കര തീഷ്ണതയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും ദൈവവചനം എന്ന് പറഞ്ഞ രാപകൽ ധ്യാനിക്കാനും ആ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി ആയുധമെടുക്കാൻ, ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കാൻ, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു തീഷ്ണ മനോഭാവമുള്ളവരായി നിൽക്കുന്നവരാണ് യഹൂദന്മാർ. ഹല്ലേലൂയ. അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരാണ് ദൈവം ഉപയോഗിക്കുന്നത്. നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ അത് ആഴ്ചയിൽ ഒരിക്കൽ എടുത്താൽ പോരാ. ആ വേദ പുസ്തകത്തിനകത്തിരിക്കുന്ന തിരുവചനങ്ങളെ നിന്റെ നെറ്റിമേൽ എഴുതണം, നിന്റെ ഹൃദയത്തിനകത്ത് പതിപ്പിക്കണം. അത് നീ രാപകൽ ധ്യാനിക്കണം, അതിന് നീ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം പറയുകയാണ്, ഈ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ഈ ദൈവവചനം പ്രമാണിക്കുന്നവനെ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് ഞാൻ അനുഗ്രഹിക്കും. അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നീ തൊടുന്നതൊക്കെയും സാധിക്കും. നീ ഒരു നാളും കുലുങ്ങി പോകത്തില്ല, നീ ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. നിന്റെ ആകാശം ചെമ്പ് പോലെ ആകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ മാവ് കഴിക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും, നിന്റെ മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വസ്തുവകകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വയലുകൾ അനുഗ്രഹിക്കപ്പെടും. എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരൊറ്റ വഴി. നീ അകത്ത് വന്നാൽ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോയാൽ അനുഗ്രഹിക്കപ്പെടും. ഒരൊറ്റ വഴി. ദൈവത്തിന്റെ വചനത്തെ പ്രമാണിക്കുന്നവനെ ഞാൻ ഇങ്ങനെ അനുഗ്രഹിക്കാമെന്ന് വചനം പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, യഹൂദനെ പോലെ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ദൈവവചനം നിന്റെ നെറ്റിമേൽ പതിപ്പിക്കണം, നിന്റെ ഹൃദയത്തിനകത്തത് പതിയണം. ഹല്ലേലൂയ. അപ്പൊ ചുമ്മാ അല്ല, അനുഗ്രഹം വരണം. അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിന്റെ വേദപുസ്തകം, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന നിന്റെ അവിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളെ നീ രാപ്പകൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് നീ അനുഗ്രഹിക്കപ്പെടുന്നവനായി മാറുവാനിടയാണ്. ആ
തിരുവചനത്തെ നീ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പാതകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നിന്റെ കാലുകൾ വെക്കുന്നിടത്ത് ഒരു വലിയ പ്രകാശം വെളിപ്പെടാനിടയാകും. നിന്നെ ഒരിക്കലും പറയും കീഴിൽ ഇരിക്കത്തില്ല. നീ മനമേൽ ശോഭിക്കുന്ന ഒരു വിളക്കായി മാറേണ്ടതിന് ഒരൊറ്റ വഴി, രാപകൽ ദൈവവചനം ധ്യാനിക്കുന്നവനായി നീ മാറുമ്പോൾ, ആ ദൈവവചനം അനുസരിക്കാൻ നീ തുടങ്ങുമ്പോൾ, അത് നിന്റെ ലൈഫിന് ദീർഘായുസുള്ളവനായി മാറാനിടയാകും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവഭക്തിയുള്ളവരാണ് യഹൂദന്മാർ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ധ്യാനിക്കുന്നവർ, ന്യായപ്രമാണം ധ്യാനിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കൂട്ടം ജനം, ദൈവത്തിന്റെ ആലോചന കേട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമതെന്താ ഞാൻ പറഞ്ഞത്? സ്തുതിക്കുന്നവർ. രണ്ടാമതെന്താ യഹൂദന്റെ വിശേഷത? ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കുറിച്ച് പറയുന്നത്, നീ ചെയ്യുന്നതൊക്കെ അങ്ങ് സാധിക്കും, നീ തൊടുന്നതൊക്കെ നടക്കും. ഇത്രയും ഗോത്രങ്ങൾ ഉണ്ടെങ്കിലും യഹൂദന്മാര് ചെയ്യുന്നതിൽ വ്യത്യാസം. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരൊറ്റ ഗോത്രം യഹൂദന്മാർ. യഹൂദൻ എന്ന് കേട്ടാലേ ലോകത്തുള്ള സകല രാജ്യങ്ങളും കീഴ്മേൽ മറിയും, അവരുടെ ഹൃദയം ഉരുകിപ്പോകും. ഒരു രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് യഹൂദനെ നേരിടാൻ തന്റെ ഇടമില്ല. തൃശ്ശൂരിന്റെ അത്രയുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആകെ ഉള്ളത് തൃശ്ശൂരിന്റെ അത്രേ ഉള്ളൂ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഒരു പിന്നെ കേരളത്തിലെ ഒരു ജില്ല തൃശ്ശൂരിന്റെ അത്ര മാത്രമേ ഉള്ളൂ ഇസ്രായേൽ. പക്ഷെ ഇസ്രായേൽ എന്ന് കേട്ടാൽ അമേരിക്ക കിടുങ്ങും, ഇസ്രായേൽ എന്ന് കേട്ടാൽ UK കിടുങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ സകല രാജ്യങ്ങളും കിടുങ്ങിപ്പോകും. അവർക്ക് ആർക്കും ഒറ്റയ്ക്ക് ഇസ്രായേലിനെ എതിർക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ അകത്തൊരു ഭയമുണ്ട്. ഇസ്രായേൽ സാധാരണ രാജ്യമല്ല, ഇസ്രായേലിനെ നടത്തുന്നത് യഹോവയായ ദൈവമാണ്. ഇസ്രായേലിനോട് എതിരിട്ടവരാരും ഇന്നോട് ജയിച്ചിട്ടില്ല. ഇസ്രായേലിനെ തകർക്കാൻ, ഇസ്രായേലിനെ നശിപ്പിക്കാൻ, ഇസ്രായേലിനെ വേരോട് വേറെ ഇല്ലാതാക്കാൻ തകർത്തവർ. ആ രാജ്യത്തെ കല്ലോട് കല്ല് ശേഷിപ്പിക്കാതെ തകർത്ത് കളഞ്ഞവരാണ് എല്ലാ രാജ്യങ്ങളും. പക്ഷേ ഈ ലോകം മുഴുവനും ചിതറിപ്പോയ യഹൂദനെ മടക്കി കൊണ്ടുവന്ന് ഒരു രാജ്യം രൂപീകരിച്ച് ചെറിയ വർഷങ്ങൾ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനാക്കി അവരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്തോട് ഏറ്റുമുട്ടി ലോകത്തൊരു ശക്തിയും ഇതുവരെ ജയിച്ചിട്ടില്ല. അത് യഹോവയുടെ നാമത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ്. ദൈവം കൂടെയുള്ളവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, അവനാണ് യഹൂദൻ. ആ രാജ്യം അങ്ങനെയാണെങ്കിൽ നീയും ഒരു രാജ്യമാണ്. ഒരു വ്യക്തിയെ രാജ്യമാക്കി മാറ്റി കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ പിന്നെ സ്തുതിക്കുന്നവനും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ ദൈവത്തെ ഇറക്കി തന്റെ പേര് വായി എന്ന പേര് മാറ്റിയിട്ട് ഒരു രാജ്യത്തിന്റെ പേര് പ്രാപിച്ച, ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പേര് പ്രാപിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് രാജ്യമായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നിനക്കുമാകാൻ സാധിക്കും. നിനക്കൊരു രാജ്യമായി മാറുവാൻ സാധിക്കും. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു രാജ്യമായി നിനക്ക് മാറാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ വചനത്തെ രാപകൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നിനക്കും സാധിക്കും. ലോകത്തൊരു മനുഷ്യനും ജീവകാലത്ത് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ലെന്ന് വചനം പറഞ്ഞു. യാക്കോബിന് മന്ത്രവാദവും ആഭിചാരവും യാക്കോബിന് ഫലിക്കയില്ല. ഒരു മനുഷ്യനും യാക്കോബിന്റെ മുമ്പിൽ ജീവകാലത്ത് നിൽക്കത്തില്ല. അതിന് കാരണം അവൻ ദൈവത്തിന്റെ പക്ഷത്തുള്ളവനാ. ഹല്ലേലൂയ. മന്ത്രവാദത്തെ നിനക്ക് പേടിക്കേണ്ട വരത്തില്ല. രാപകൽ വചനം ധ്യാനിക്കുന്നവനും ദൈവത്തെ സ്തുതിക്കുന്നവനും മന്ത്രവാദികൾ നിന്നെ കണ്ട് പേടിച്ചോടും. റെയ്നാൻ പൊങ്കെന്ന അഭിഷിക്തൻ സ്റ്റേജിൽ കയറി ജീസസ് എന്ന ഒരൊറ്റ പേര് വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നടുവിലിരിക്കുന്ന മന്ത്രവാദ സാധനവുമായി ഈ സുവിശേഷ പ്രവർത്തനത്തെ തകർക്കാൻ വേണ്ടി ലക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ അഭിഷിക്തൻ കയറി വന്ന് മൈക്കെടുത്ത് ജീസസ് എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളുടെ നടുവിലിരുന്ന മന്ത്രവാദി എത്രയോ അടി പൊങ്ങിപ്പോയി. ഹല്ലേലൂയ. അവന് മന്ത്രവാദങ്ങൾ കത്തിപ്പോയി. അവന് ലക്ഷക്കണക്കിന് രൂപയുടെ മന്ത്രവാദ പുസ്തകം കൊണ്ട് കത്തിച്ചിട്ട് അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് അവന്റെ തലയെ പിടിച്ച് കുലുക്കിക്കല്ല, അവൻ യേശുവിന്റെ നാമം അഭിഷേകമുള്ളവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇന്ന് പകല് ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. നിന്റെ ശബ്ദം മാറുവാൻ പോവുകയാണ്. നിന്റെ ചരിത്രം മാറാൻ പോവുകയാണ്. നിന്റെ സ്തുതി മാറട്ടെ. നീ സ്തുതിക്കുന്നത് അങ്ങോട്ട് ആരംഭിക്കട്ടെ. നീ ആത്മാവിൽ അങ്ങോട്ട് സ്തുതിക്ക. നിനക്ക് ദൈവം തന്ന അന്യഭാഷകൾ അങ്ങോട്ട് പറ. അഭിഷേകത്തിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങുക. ദൈവജനത്തെ
സ്തുതി സ്ഥിതിയെ മാറ്റും. നിന്റെ സ്തുതി നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. നിന്റെ ആരാധന നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. നിന്റെ വിളിച്ചു പറയുന്ന വചനം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുന്നു. നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറ്റും. നിന്റെ തലമുറയുടെ അന്തരീക്ഷം മാറും. നിന്റെ തലമുറയുടെ ഭാവി മാറും. നിന്റെ ഭാവി ചേഞ്ച് ആകും. നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ആകും. ഒരു ദൈവശക്തി എന്ന് പറയാൻ ഭൂതന്റെ മേൽ ഞാൻ മരിച്ച അതേ ദൈവശക്തി ഈ പോലെ നിന്റെ നാവിൽ നിന്നും അന്യഭാഷകൾ ഒഴുകട്ടെ. ആ ശബ്ദത്തിന്റെ ചേഞ്ച് ആകട്ടെ. ശരീരം കത്തട്ടെ. തീയറകട്ടെ. Receive the power of Holy Spirit. Receive the power. Receive the power. Receive the power. Receive the power. Receive the Holy Spirit. നിനക്ക് ചിത്രങ്ങളുടെ ശബ്ദങ്ങൾ ശോഭിക്കുക. അന്ധവാദങ്ങൾ നിനക്ക് വിരോധമായ അന്ധവാദ കെട്ടുകൾ ആ വിചാരങ്ങൾ ഇന്ന് പകൽ നിന്റെ ആരാധനയുടെ നടുവിൽ പൊട്ടട്ടെ. I break it, break it, break it, break it, break it, break it, break the name of Jesus. Fire, 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 fire. ദൈവത്തിന്റെ മഹാഗ്ലോറി നിന്റെ ശരീരത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് മകൾ അഴിയുകയാണ്. നിന്നെ ഉറക്കി, നിന്നെ മയക്കി, നിന്നെ ക്ഷീണിപ്പിച്ച്, നിന്റെ ആരാധനകളെ ക്ഷീണിപ്പിച്ച്, നിന്റെ കരങ്ങളെ ബന്ധിച്ച്, നിന്റെ നാവിനെ ബന്ധിച്ച്, നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന സകല ഭദ്രകാളി ശക്തികളും പൈശാചിക ശക്തികളും ആ വിചാരങ്ങൾ ഇപ്പോൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുക. ഫയർ 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 ഫയർ. ആരാധനയുടെ നടുവില പാരമ്പര്യത്തിലെ കെട്ടുകൾ പൊട്ടട്ടെ. പാരമ്പര്യ കെട്ടുകൾ പൊട്ടട്ടെ. ഗൂഢാലോചനകൾ, ഹിഡൻ അജണ്ടകൾ, പിശാചിന്റെ പ്രവർത്തികൾ നിന്നെ വിട്ടുമാറുകയാണ്. Receive the power of Holy Spirit. Receive it. Receive it. Receive it. സ്തുതിക്കുന്നവനെ ദൈവം എടുത്ത കരങ്ങളിൽ ഉപയോഗിക്കാൻ പോയ 2022 കേറുന്നതിന് മുമ്പ് നീ ആത്മാവിൽ കയറി ആരാധിച്ച് ചില നന്മകളെ പാലിക്കാൻ പിശാചിൽ നിന്ന് മോഷ്ടിച്ചതിനെ ഇന്ന് മകൻ ആത്മാവിൽ കയറി വെട്ട്. വചനം പറഞ്ഞ് വെട്ട്. സ്തുതിക്കുന്നവനെ മാനിക്കുന്ന ദൈവം. സ്തുതിക്കുന്നവന്റെ അകത്ത് കത്താൻ പോവാം. യാക്കോബേ, നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ ഇന്ന് മകൾ നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടാൻ പോകുന്നു. തുറക്കപ്പെട്ട സ്വർഗം നീ കാണാൻ പോകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നു? ദൂതന്മാർ ഇറങ്ങാൻ പോവുകയാണ്. നീ ദൈവശബ്ദം കേൾക്കാൻ പോവുകയാണ്. നിന്നെ ദൈവം തൊടാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. സ്തുതിക്കുന്നവന്റെ സ്ഥിതിയെ മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ നിന്റെ സ്ഥിതി മാറാൻ ആഗ്രഹമുണ്ടോ? നിന്റെ സ്ഥിതി മാറാൻ ആഗ്രഹമുണ്ടോ? നിന്റെ സ്ഥിതി മാറാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിന്റെ ശരീരത്തിൽ ആരാധിച്ചോ. നിന്റെ കിടപ്പൊന്ന് മാറട്ടെ. നിന്റെ സ്ഥിതി ഒന്ന് മാറട്ടെ. നിന്റെ ദാരിദ്ര്യം ഒന്ന് മാറട്ടെ. വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത അനുഭവം ഒന്ന് മാറട്ടെ. നിന്റെ ശാപം ഒന്ന് പൊട്ടട്ടെ. നിന്റെ കെട്ടുകളൊന്ന് പൊട്ടട്ടെ. നിന്റെ ശരീരത്തിലെ രോഗമൊന്ന് മാറട്ടെ. നിന്റെ കണ്ണുനീരൊന്ന് തോരട്ടെ. ഇപ്പോൾ ഒരു രാജ്യങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ല. പൈശാചിക ശക്തികൾക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ല. നീ സ്തുതിക്കുന്നവനാണ്. വചനം ധ്യാനിക്കുന്നവനാണ്. നീ സ്തുതിക്കുന്നവനാണ്. വചനം ധ്യാനിക്കുന്നവനാണ്. 2 ക്വാളിറ്റി നിന്റെ അകത്ത് വരുമ്പോൾ തന്നെ ഇത്ര ശക്തിയാണെങ്കിൽ 5 ക്വാളിറ്റി നിന്റെ അകത്ത് വന്നാൽ രാജ്യങ്ങൾ നിന്റെ കൈ തരാൻ പോവുക. പട്ടണങ്ങൾ നിന്റെ കൈ തരാൻ പോവുക. Hallelujah.
സ്തുതിക്കാൻ തുടങ്ങിയാലേ നമ്മളെ ലെവൽ മാറും. പിന്നെ ആർക്കും നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അഭിഷേകം 11 ദിവസം ആന്ധ്രയിൽ മഴ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ സ്തുതിക്കാൻ തുടങ്ങി, വർഷിപ്പ് ചെയ്ത് ആരാധിക്കാൻ. മഴ പെയ്യാതിരുന്ന സ്ഥലം 11 വർഷമായി മഴ പെയ്യാത്ത ആന്ധ്രയിലെ ഒരു സ്ഥലത്ത് ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ ജയശീലിൽ നിന്ന് ദൈവദാസൻ ചെന്നിട്ട് എന്ത് ചെയ്താണ്? ആരാധിക്കാൻ, ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആരാധിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇടിവെട്ടി മഴ പെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തുറക്കാത്ത ആകാശം നിനക്ക് വേണ്ടി തുറക്കും. നീ സ്തുതിച്ചാൽ, നീ സ്തുതിക്കുമ്പോൾ നിന്റെ അക്കൗണ്ടിനകത്ത് പൈസ വരും. നീ അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ നിന്റെ രോഗം, നിന്റെ മുഴകൾ മാറിപ്പോകും. ക്യാൻസർ പിടിച്ച ഒരു ദൈവദാസൻ മുഴ വന്നു. വീട്ടുകാരും നാട്ടുകാരും ഡോക്ടർമാരും കൈവിട്ടപ്പോൾ താൻ മരിക്കുന്നതിന് വേണ്ടി ബാത്റൂമിൽ കയറി അതിനകത്ത് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാൻസർ വന്നിട്ട് ദൈവശബ്ദം കേൾക്കുകയാണ്, മണ്ട, നീ മരിക്കാൻ പോവുകയാണ്. നീ എന്നെ ഒന്ന് സ്തുതിച്ചു നോക്കുക, നിന്റെ ഈ ക്യാൻസർ ഞാൻ സൗഖ്യമാക്കുന്നത് കാണിച്ചു നോക്കുക. സ്തുതികളിൽ വസിക്കുന്ന ദൈവം, സ്തുതിയെ മാറ്റുന്ന സ്തുതി. നീ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ സ്തുതികൾ മാറും, നിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി മാറും, നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. തന്റെ ഭാര്യ മക്കളും വെളിയിൽ നിൽക്കുക. കുളിക്കാൻ